നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. എക്സലിലെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിലെ കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോജിക്കൽ ഫങ്ഷൻസ് ആണ്. അതിനകത്തുള്ള ഈഫ് ഫങ്ഷൻ ആണ്. ഈഫ് ഫങ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കണ്ടീഷൻസ് പറയുന്ന കാൽക്കുലേഷൻ ആണ് ഈഫ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സെല്ലുകൾ തമ്മിൽ കൂട്ടാനോ സെല്ലുകൾ തമ്മിൽ ഗുണിക്കാനോ കുറയ്ക്കാനോ ഹരിക്കാനോ അല്ലാത്ത കാൽക്കുലേഷൻസ് വരും. കണ്ടീഷൻസ് പറയും. ഇത്ര മാർക്കിന് മുകളിലാണെങ്കിൽ, ഇത്ര ഡെപ്പോസിറ്റിന് മുകളിലാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ഇന്ന റൂം ടൈപ്പ് ആണെങ്കിൽ ഇത്ര റെൻറ്റ് വരും, അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത്ര പ്രൈസ് വരും, അല്ലെങ്കിൽ ഇത്ര സാലറിക്ക് മുകളിലാണെങ്കിൽ ഇത്ര HR വരും എന്നൊക്കെ പറഞ്ഞ് കണ്ടീഷൻസ് പറയുമ്പോഴാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുക. അത് സിംഗിൾ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ഉള്ളൂ എങ്കിലാണ് ഈഫ് ഉപയോഗിക്കുക. ഒന്നിലധികം കണ്ടീഷൻസ് വരുമ്പോൾ എൽസ് ഈഫ് ആണ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഇഫാണ് പഠിക്കുന്നത്. ഒരു കണ്ടീഷൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ മുമ്പ് ചെയ്ത പോലുള്ള മാർക്ക് ലിസ്റ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മാർക്ക് ലിസ്റ്റിൽ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റുഡൻറ്റ് പാസ്സാണോ ഫെയിലാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ റിസൾട്ടിൽ ഈഫ് അങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ തരും, ഇത്ര മാർക്കിന് മുകളിലാണെങ്കിൽ എന്ന് പറയുന്ന കണ്ടീഷൻ തരും. അങ്ങനെ ആ കണ്ടീഷൻ പ്രകാരമാണ് നമ്മൾ ഈഫ് ഉപയോഗിക്കുക. അതായത് ഈഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ എങ്കിൽ, ആണെങ്കിൽ, അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴാണ്. അപ്പോൾ നമ്മളോട് കണ്ടീഷൻ പറയുന്നത് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 250 എന്നാണ് പറയുന്നതെങ്കിൽ, ടോട്ടൽ മാർക്ക് 250 മുകളിലാണെങ്കിൽ റിസൾട്ട് പാസ്ഡ് എന്ന് വരണം. അല്ലെങ്കിൽ എൽസ്, അല്ലെങ്കിൽ റിസൾട്ട് ഫെയിൽഡ് എന്നാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ടോട്ടൽ മാർക്ക് 250 മുകളിലാണെങ്കിൽ പാസ് എന്ന് വരണം, അല്ലെങ്കിൽ റിസൾട്ട് ഫെയിൽഡ് എന്ന് വരണം, അല്ലേ? അപ്പോൾ 250 മുകളിലാണെങ്കിൽ പാസ്ഡ് അല്ലെങ്കിൽ ഫെയിൽഡ്. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ റിസൾട്ടിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് സമ്മോ മാക്സോ മിന്നോ ഒന്നല്ല, ഈക്വൽ ടു കഴിഞ്ഞാൽ ഈഫ് ആണ് കൊടുക്കേണ്ടത്. ഈക്വൽ ടു ഈഫ് എന്നാണ് കൊടുക്കേണ്ടത്. ഈക്വൽ ടു ഈഫ്. ഓക്കെ. ഞാൻ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈക്വൽ ടു ഈഫ് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അറിയാലോ, Shift 9 പ്രസ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇത് നമ്മുടെ കണ്ടീഷൻ കൊടുക്കുക. നമ്മുടെ കണ്ടീഷൻ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ആദ്യത്തെ ടോട്ടൽ 224 ആണ്. ഈ സെല്ലാണ് ടോട്ടൽ, അതായത് K5. ഗ്രേറ്റർ ദാൻ്റെ ചിഹ്നം കീബോർഡിൽ ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ 250, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ ആണ് K5 ഗ്രേറ്റർ ദാൻ 250. ഇതാണ് കണ്ടീഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പാസ്ഡ് എന്നാണ് വരുന്നത്. പാസ്ഡ് എന്നുള്ളത് ലെറ്റർ ആണ്, ഒരു സ്ട്രിങ് ആണ്, ഒരു കൂട്ടം ലെറ്റേഴ്സ് ആണ്. അപ്പോൾ കാൽക്കുലേഷനകത്ത് ലെറ്റേഴ്സ് വരുമ്പോൾ നമുക്ക് ആ ലെറ്റേഴ്സ് അതേപടി ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്കിതൊരു റിപ്പോർട്ടായോ ഇതൊരു ഔട്ട്പുട്ടായോ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടതാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ കിട്ടേണ്ടതാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേ കിട്ടേണ്ട കേസ് നമ്മളിപ്പോൾ ഇവിടെ കൂട്ടുകയോ ഗുണിക്കുകയോ കുറയ്ക്കുകയോ ഒന്നല്ല, നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ വേണം കൊടുക്കുക, അല്ലെങ്കിൽ എറർ വരും. ഡബിൾ ഇൻവെർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഒരു കണ്ടീഷനായി, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കണ്ടീഷന് 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. ആണെങ്കിൽ, അല്ലെങ്കിൽ എന്നുള്ള 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഏതൊരു കണ്ടീഷനും 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ K5 എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. ടോട്ടൽ 250 മുകളിലാണെങ്കിൽ നമുക്ക് റിസൾട്ട് പാസ്ഡ്, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി K5 250 താഴെയാണെങ്കിൽ ഫെയിൽഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്നുള്ളത് നമ്മൾ കോമട്ടാൽ മതി. അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഡബിൾ ഇൻവെർട്ടഡ് കോമത്തിന് കൊടുക്കുക, ഫെയിൽഡ് എന്ന് കൊടുക്കുക, ഡബിൾ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത K5 ഗ്രേറ്റർ ദാൻ 250 എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ശരിക്കും ഈഫിൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫ് ഈക്വൽ ടു ഈഫ് ഫസ്റ്റ് കണ്ടീഷൻ കോമ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കോമ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കണ്ടീഷനും 2 സ്റ്റേറ്റ്മെൻറ്റും. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ലെറ്റേഴ്സിലായതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ഇൻവെർട്ടഡ് കോമ കൊടുത്തത്. അപ്പോൾ നമ്മൾ കൊടുത്തു ടോട്ടൽ മാർക്ക് 250 മുകളിലാണെങ്കിൽ റിസൾട്ട് പാസ്ഡ്, അല്ലെങ്കിൽ റിസൾട്ട് ഫെയിൽഡ്. അപ്പോൾ ഇഫ് K5 ഗ്രേറ്റർ ദാൻ 250 കോമ, നമ്മളുടെ കണ്ടീഷനെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ കോമ ഇട്ടു. കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. K5 ഗ്രേറ്റർ ദാൻ 250 എന്നുള്ളത് നമ്മൾ അവിടെ കൊടുത്ത ഒരു കോമ ഇട്ടു. അടുത്തത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റും
സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ കോമ കണ്ടീഷൻ കഴിഞ്ഞു, കോമ ടു സ്റ്റേറ്റ്മെന്റ് ഡബിൾ ഇൻവെർട്ടഡ് കോമയെ കാണിച്ചു, കോമ ടു അടുത്ത സ്റ്റേറ്റ്മെന്റിന് വേണ്ടി ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു, അടുത്ത സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി നമ്മുടെ കോമ ഇട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോമ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇനി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വന്നു. ബാക്കി ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി, ബാക്കിയുള്ള റിസൾട്ടുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ വന്നോളും. ഒരെണ്ണം മാത്രം നമ്മൾ ഈഫ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇത് നമ്മൾ റിസൾട്ട് കാണാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് കണ്ടീഷൻസ് പറയുന്ന എല്ലാ കാൽക്കുലേഷനകത്തും സിംഗിൾ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഈഫ് ഉപയോഗിച്ച് കാൽക്കുലേഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ.